ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സ്നേഹ ജയിലിലേക്ക് ധനുഷിനെ കാണുവാനായി പോയതിന്റെ ദേഷ്യത്തിൽ സച്ചി അവിടേക്ക് എത്തിച്ചേരുന്നു. കൃത്യമായി തന്നെ ജയിലിലേക്ക് വന്നെത്തിയ സ്നേഹ അവിടെ ധനുഷിനെ കാണാനാണ് പോയതെന്ന് മനസ്സിലാക്കിയ അർച്ചന അവിടെ എത്തിച്ചേർന്ന സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, അവിടെ തീർച്ചയായിട്ടും ധനുഷിനെ കാണാൻ സ്നേഹ കയറിയിട്ടുണ്ട്. ഒരു കാരണവശാലും അവൾ ധനുഷിനെ കാണാൻ പാടില്ല. ധനുഷിനെ കണ്ടാൽ അവൻ അവളുടെ മനസ്സിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കുകയും അവൾ ഇപ്പോ അവളുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം മാറ്റിമറിച്ച് അവൻ വീണ്ടും അവളെ വശത്താക്കും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണം സച്ചിയേട്ടാ എന്ന് അർച്ചന പറയുമ്പോ സച്ചി പറഞ്ഞു, ഇനി ഇത് അവൾ കയറിയെങ്കിൽ അവൾ കാണട്ടെ, കണ്ടിട്ടിറങ്ങട്ടെ, എന്താ വേണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് വേഗം തന്നെ സച്ചി തന്റെ ഫോൺ എടുത്തു. പിന്നീട് സേതുമാധവന്റെ ഫോണിലേക്ക് കോള് വന്നതും കോള് അറ്റൻഡ് ചെയ്ത സേതുമാധവൻ കോള് കട്ടാക്കിയതിനു ശേഷം ദേഷ്യത്തോടെ അവന്തികയെ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും ആ വിളി കേട്ട് അവിടേക്ക് നന്ദൻ എത്തി. എന്താ അച്ഛാ, എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചത്. നന്ദ അവന്തിക എവിടെ എന്ന് അന്വേഷിച്ചു. അവന്തിക ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നന്ദൻ ഇങ്ങനെ സംസാരിച്ചു വെക്കുമ്പോ എന്താ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക അവിടേക്ക് എത്തി. അപ്പോഴേക്കും സേതുമാധവൻ ചോദിച്ചു, അവന്തികെ, നിന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ സ്നേഹ പുറത്തേക്ക് പോയത് എന്ന് ചോദിച്ചതും. അല്ലച്ചാ, നീയാണല്ലോ അന്ന് ധനുഷിനെ കാണണമെന്ന് അവൾ വാശി പിടിച്ചപ്പോൾ അവൾക്ക് അനുകൂലമായി സംസാരിച്ചത്. അതുകൊണ്ട് നിന്റെ അനുവാദത്തോടെയാണോ അവൾ അവിടേക്ക് പോയതെന്ന് എനിക്ക് അറിയണം എന്ന് അർച്ചന അവന്തികയോട് സേതുമാധവൻ ചോദിച്ചു. ഞാൻ ഞാൻ അനുവാദമൊന്നും കൊടുത്തിട്ടില്ല എന്ന് അവന്തിക മറുപടി നൽകിയതും ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, എനിക്കറിയാം സത്യം എന്താ സംഭവം, സത്യമായിട്ട് എന്താ കാര്യം ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം അവന്തികെ, അവൾ ജയിലിലേക്ക് പോയതാണെങ്കിൽ ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല. അവളുടെ ജീവിതം ഈ അവസ്ഥയിലായത് എന്ത് കാരണത്താലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, അവന്തികെ, നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്നേഹയുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന്, എന്നിട്ട് നീ എന്താ ശ്രദ്ധിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, ഞാനതിന് ഏതു നേരവും ഇവിടെ സ്നേഹയെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും 24 മണിക്കൂറും. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചതാണ്. അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ചു. എന്നിട്ടും അവൾ അതിനൊന്നും കൂട്ടാക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? പലപ്പോഴും അവളോട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. എന്നിട്ടൊന്നും അവളുടെ മനസ്സിലേക്ക് അതൊന്നും കയറിയില്ല. അവൾ മനഃപൂർവ്വം ആ കാര്യങ്ങളൊന്നും കേൾക്കാൻ കൂടി തയ്യാറായില്ല. ഇനിയിപ്പോ സംഭവിച്ചതിനെയൊക്കെ എന്ത് ചെയ്യാനാണ്? എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞിട്ടും അവൾ അതൊന്നും തിരിച്ചറിയാനോ അത് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അനുസരണക്കേട് കാണിക്കുന്നതിന് ആർക്കെങ്കിലും അവളെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, പിടിച്ചു നിർത്തണം, നിനക്ക് അതിന് കഴിയണം. നീ വലിയ അവകാശവാദത്തോടു കൂടി പറയുന്നുണ്ടല്ലോ. നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിന്റെ തോൽവി തന്നെയാണ്, നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. നീ വലിയ അഹങ്കാരത്തോടെ പറയാറുണ്ടല്ലോ നീ വളർത്തിയ മകളാണെന്ന്. അപ്പോ അവളെ അനുസരിപ്പിച്ച് വളർത്തണതായിരുന്നു നീ പറയുന്ന കാര്യങ്ങൾ അവൾ അനുസരിക്കാൻ അവളെ നീ പഠിപ്പിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ തെറ്റ് തന്നെയാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് നന്ദൻ അവന്തികയെ കുറ്റപ്പെടുത്തുന്നു. എല്ലാം കേട്ടതിന് ശേഷം അവന്തികയോട് നന്ദൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏതവസ്ഥയിലേക്കാണ് അവളുടെ ജീവിതം പോകുന്നതെന്നോർത്ത് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്നത് പോലെ വേണം അവളെ നോക്കാനെന്ന് പലപ്പോഴും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും ഇങ്ങനെ ഒരു വീഴ്ച നീ കാണിച്ചല്ലോ അവന്തികെ എന്ന് ചോദിച്ച് നന്ദൻ ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് അവിടെ ധനുഷിനെ കാണാനായി എത്തിയ സ്നേഹയോട് ധനുഷ് തന്റെ കള്ളക്കഥകൾ ഓരോന്നും പറഞ്ഞു തുടങ്ങി. നീ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല സ്നേഹ. നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം സത്യസന്ധമായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അന്ന് എല്ലാവരും ചേർന്ന് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു, നടന്നതിനും കണ്ടതിനും ഒന്നും എനിക്കിനി കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നിനക്ക് പറയാനുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞപ്പോ ഉടനെ ധനുഷ് പറഞ്ഞു, നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നടന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൽ ഞാൻ തെറ്റുകാരനല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും നടന്നതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അറിവുള്ളത്. ബാക്കിയെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ്. നടന്ന കാര്യങ്ങളിൽ എന്റെ പേരും എന്റെ അച്ഛനമ്മമാരും ഞാൻ വാടകയ്ക്കെടുത്ത് തന്നെയാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാ. കാരണം ഒരു അന്യമതസ്ഥനായ എനിക്ക് സ്നേഹയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരാൻ എല്ലാവരും മടി കാണിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സത്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. എന്റെ അച്ഛനമ്മമാരെയും എന്റെ പേരും ഞാൻ വാടകയ്ക്ക് എടുത്തത്.
എന്നാൽ അതൊക്കെ സ്നേഹയെ നഷ്ടപ്പെടാതിരിക്കാനും സ്നേഹയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടും മാത്രമാണ്. ഒരു അനാഥനായ എന്നെ സ്നേഹം എന്താണെന്നും ഒരാൾക്ക് ഇത്രത്തോളം ഒരാളെ സ്നേഹിക്കാൻ കഴിയുമെന്നും ഒക്കെ പഠിപ്പിച്ചത് സ്നേഹേ നീയായിരുന്നു. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിന്നോടുള്ള ഒപ്പമുള്ള ഒരു ജീവിതം മാത്രമായിരുന്നു എന്റെ സ്വപ്നം. ആ സ്വപ്നമാണ് ഒരു നിമിഷം കൊണ്ട് തല്ലി തകർന്നത്. അവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെക്കുറിച്ച് പല കള്ളക്കഥകളും പറഞ്ഞപ്പോ സച്ചി സാറിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല, ബിജുവിനെ എനിക്കറിയാം, എനിക്ക് പരിചയമുണ്ട് എന്നല്ലാതെ ഒരിക്കലും ഞാൻ അവന് അങ്ങനെ ഒരു കൊട്ടേഷൻ നൽകിയിട്ടില്ല. ഇതൊക്കെ ആ അർച്ചനയുടെ കള്ളക്കഥകളാണ്, കെട്ടിച്ചമച്ച നീക്കങ്ങളാണ് ഇതെല്ലാം തന്നെ. അർച്ചന മനഃപൂർവ്വം ഈ വിവാഹം മുടക്കുമെന്ന് വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെ വിവാഹം മുടങ്ങാൻ യാതൊരു നിവൃത്തിയുമില്ല, വിവാഹം ഒരു കാരണവശാലും മുടങ്ങില്ല എന്ന് ഉറപ്പായപ്പോ അവസാന പ്രയോഗം എന്ന രീതിയിൽ, അറ്റകൈ എന്ന രീതിയിൽ അവർ തന്നെ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത്. അങ്ങനെ സച്ചി സാറിനെ മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോയി കാണിച്ച ഒരു ചതിയായിരുന്നു ഇത് എല്ലാം തന്നെ എന്ന് ധനുഷ് സ്നേഹയോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ എത്ര പറഞ്ഞാലും നീ അത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കള്ളനാണെങ്കിലും അവനും ഒരു മനസാക്ഷി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലുള്ള സത്യങ്ങളൊക്കെ എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൂട്ടുകാരനെ വിട്ട് നിന്നോട് എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ അറിയിച്ചത്. എല്ലാ സത്യങ്ങളും നീ അറിയണം. ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നീ അറിയണം. എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന്. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് ആ അർച്ചനയ്ക്ക് അസൂയയാണ്. നിന്നോടുള്ള അസൂയ കാരണമാണ് അർച്ചന ഇങ്ങനെയെല്ലാം ഓരോന്ന് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹം അവരും അവരുടെ അനുജത്തിയും മാത്രമേ നെല്ലിശ്ശേരി വീട്ടിൽ ഉണ്ടാകാവൂ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ അവന്തികാമ്മയിടത്തോട് പോലും അവർ ഈ അകൽച്ച കാണിക്കുകയും അവന്തികാമ്മയിടത്തെ കുറ്റക്കാരിയാക്കാൻ നോക്കുകയും ചെയ്യുന്നത്. അവർക്ക് അത് അവന്തികാമ്മയിടത്തോട് ഇത്രയേറെ ദേഷ്യത്തിനുള്ള കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് സ്നേഹേ, എനിക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, നിനക്കിപ്പോഴും ആ പഴയ സ്നേഹം എന്നോടുണ്ടോ? നീ എന്നെ സ്നേഹിച്ചിരുന്നത് എന്ന് പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു, ധനുഷ്, ഇപ്പോ നിനക്കറിയാമോ എന്റെ ജീവിതം എങ്ങനെയാ പോകുന്നതെന്ന്? ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം സ്നേഹിച്ചത് ഒരാളെ മാത്രമാണ്, അത് നീ മാത്രമാണ് ധനുഷ്. മറ്റാരെയും ഞാൻ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള രാത്രികൾ ഞാൻ എങ്ങനെയാ കഴിച്ചു കൂട്ടുന്നത് നിനക്കറിയാമോ? ഇപ്പോഴുള്ള ഓരോ ദിവസവും ഞാൻ മദ്യത്തിന്റെ സഹായത്തോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്റെ ജീവിതം ഞാൻ തന്നെ ഇല്ലാതാക്കും. എന്റെ ഇഷ്ടപ്രകാരം ഞാൻ സ്വയം കണ്ടെത്തിയ ജീവിതമായതുകൊണ്ട് ഇതിന്റെ പേരിൽ എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനോ ആരോടും പരാതി പറയാനോ കഴിയില്ല. എല്ലാം ഞാൻ സ്വയം സഹിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജീവിതം ഒരു മുഴിക്കുടിയന്റെ അല്ലെങ്കിൽ കുടിച്ചു കുടിച്ച് തകർന്ന ഒരു ജീവിതമായി തീരും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഭ്രാന്തിയായി മാറും. ഒരു ഭ്രാന്താശുപത്രിയുടെ ഏതെങ്കിലും ഒരു സെല്ലിലേക്കായിരിക്കും എന്റെ ജീവിതം എത്തിച്ചേരുക. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തേക്കും. എന്റെ ഈ ജീവിതം ഞാൻ സ്വയം അവസാനിപ്പിച്ചേക്കും. പക്ഷെ എന്തായാലും ധനുഷെ, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും നിന്നോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമായിട്ടല്ലായിരുന്നു എന്നും മാത്രം നീ പറയരുത് എന്ന് ധനുഷിനോട് സ്നേഹ പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം ആകെ വിഷമത്തോടെ ധനുഷ് പറഞ്ഞു, സ്നേഹേ, എങ്കിൽ നീ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഒരവസരം കൂടി നീ എനിക്ക് താ. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഈ വേലിക്കെട്ടിന് ഇരുപുറത്തുമായി പോയി നമ്മൾ. അല്ലായിരുന്നെങ്കിൽ നിന്നെ എന്നെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ജീവിതം, നമ്മൾ ഒരുമിച്ചൊരു ജീവിതം, മറ്റാരും നമ്മളെ സഹായിക്കാൻ വേണ്ട, മറ്റാരുടെ അനുവാദത്തിനായി കാത്തിരിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഇപ്പോൾ സ്നേഹിക്കുന്നതും നിന്നെ മാത്രമാണ് സ്നേഹേ. അതുകൊണ്ട് തന്നെ നിന്നോടൊപ്പമുള്ള ഒരു ജീവിതം മാത്രമാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ നീ എൻ്റെ ഒപ്പം ഉണ്ടാകുമല്ലോ? ഇല്ല എന്നാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ ചെയ്യാത്ത തെറ്റുകളാണ് ഇപ്പോൾ ഇവർ പറയുന്നതൊക്കെ. അങ്ങനെയാണെങ്കിൽ പോലും നിനക്ക് എന്നോടുള്ള ആ പഴയ സ്നേഹം ഇപ്പോഴും ഇല്ല എങ്കിൽ ഞാൻ ഈ തെറ്റുകളൊന്നും ഞാൻ തള്ളിക്കളയില്ല. ഈ തെറ്റുകളൊന്നും ഞാൻ ചെയ്തതല്ല എന്ന് കോടതിക്ക് മുന്നിൽ പറയുകയുമില്ല. എല്ലാ തെറ്റും ഞാൻ സ്വയം ഏറ്റെടുത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വിധി അത് ജീവിതകാലം മുഴുവൻ എന്റെ മരണം വരെ വേണമെങ്കിലും അനുഭവിക്കാൻ ഞാൻ തയ്യാറായിരിക്കും. ഒരു ഒരു എതിർത്തൊരു വാക്കുപോലും ഞാൻ കോടതിയിൽ പറയുകയില്ല എന്ന് ധനുഷ് സ്നേഹയോട് പറയുന്നു. സ്നേഹ, ഒരു കാര്യം മോളെ നീ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്നത്, ഈ 14 ദിവസത്തെ ഈ റിമാൻഡ് ഞാൻ അനുഭവിക്കുന്നത് എന്ത് കാരണത്താലാണെന്നറിയാമോ? അന്ന് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിഷ്ടമല്ല, വിവാഹത്തിന് താല്പര്യമില്ല എന്നൊരു മറുപടി ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ അവസ്ഥയിൽ ഞാൻ എത്തുമായിരുന്നില്ല. ഇങ്ങനെ ഒരു വിധി എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് ഉറപ്പാണ്. നിന്നോടുള്ള സ്നേഹത്തിനാണ് ഞാനിപ്പോ ഈ ജയിലിൽ കിടക്കുന്നത്, ഈ ശിക്ഷ അനുഭവിക്കുന്നത്. നമ്മുടെ പ്രണയത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ജയിലിനുള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർച്ചയാണ്, ഒരിക്കലും നിന്നോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും
ഇല്ലാതാവില്ല എന്ന് പറഞ്ഞ് ധനുഷ് ഞാൻ എന്നും നിന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ മറുപടി ഒന്നും പറയാതെ സ്നേഹ അവിടെ നിന്ന് നടക്കുന്നു. ഒന്നുകൂടി പിന്തിരിഞ്ഞൊന്ന് ധനുഷിനെ നോക്കിയിട്ട് സ്നേഹ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ധനുഷ് തന്റെ ആ നാടകം കൃത്യമായി ഫലം കണ്ടുവെന്നും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നെല്ലിശ്ശേരിയിൽ ഉണ്ടാകുമെന്നുള്ള അഹങ്കാരത്തിൽ പുഞ്ചിരിയോടെ നിന്നു. പിന്നീട് അവിടെ നിന്ന് ധനുഷിനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്നേഹയെ കാത്ത് വാതുക്കൽ അർച്ചനയും സച്ചിയും നിന്നു. അവരെ കണ്ടതോടെ ആകെ ദേഷ്യത്തിൽ സ്നേഹ അവിടെ നിൽക്കുമ്പോ ധനുഷിനെ കണ്ടിറങ്ങി വന്ന സ്നേഹയോട് സച്ചി ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ നിന്റെ ആരെ കാണാനാ വന്നത് എന്ന് ചോദിച്ചതും ആ ഒരു ക്രിമിനലിനെ, ആ ഫ്രോഡിനെ എന്തിനാണ് നീ കാണാൻ വന്നത് എന്ന് സച്ചി അന്വേഷിച്ചപ്പോ ഫ്രോഡ് ആരാന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലായി. സത്യത്തിൽ ഇന്ന് ഞാൻ അവനെ കാണാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരെയും പോലെ ഞാനും പലതും തെറ്റിദ്ധരിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങിയേനെ. എന്നാൽ ഇപ്പോ എന്താണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് ബോധ്യമായി, ആരാ ഫ്രോഡെന്നും എനിക്ക് മനസ്സിലായി എന്ന് സ്നേഹ പറയുന്നത് കേട്ട് സച്ചിയും അർച്ചനയും ചോദിച്ചു, മോളെ നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ശരി, ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിന്റെ വിവാഹം മുടങ്ങിയ അന്നു മുതൽ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞങ്ങളോട് നീ ഇങ്ങനെയൊക്കെ കാണിക്കാനും പെരുമാറാനും ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇങ്ങനെ ഒരു ആലോചന മുന്നോട്ട് കൊണ്ടുവന്നപ്പോ തന്നെ അന്നേ ഞങ്ങൾ എതിർത്ത് പറഞ്ഞതല്ലേ. എന്നിട്ടും വകവയ്ക്കാതെ നീയല്ല ഇതുമായി മുന്നോട്ട് നീങ്ങിയത്. ഇനി എന്താ വേണമെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് കാറിൽ കയറടി എന്ന് പറഞ്ഞിട്ടും സ്നേഹ പറഞ്ഞു, വേണ്ട, ഞാൻ വരുന്നില്ല, നിങ്ങൾ തനിച്ചു പോയിക്കോ. ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് സ്നേഹ പറഞ്ഞതും, നിന്നോട് കയറാനല്ലേ പറഞ്ഞത്, ഈ പരിസരമൊന്നും ഞാൻ നോക്കില്ല, ഞാൻ നിന്റെ കർണ അടിച്ചു പോയിക്കും എന്ന് പറഞ്ഞ് ബലമായി സ്നേഹയെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റുന്നു സച്ചി. അതിനുശേഷം നെല്ലിശ്ശേരിയിൽ എത്തിയതും സ്നേഹം ഒന്നും മിണ്ടാതെ കാറിൽ നിന്നിറങ്ങി റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ റൂമിലുണ്ടായിരുന്ന സേതുമാധവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. സ്നേഹേ, നിക്കവിടെ, നീ എവിടെ പോയതാ എന്ന് ദേഷ്യത്തോടെ സ്നേഹയോട് സേതുമാധവൻ ചോദിച്ചു. അത് അച്ഛനറിയില്ലേ എന്ന് ചോദിച്ചപ്പോ, അറിയാം, അതാ ഞാൻ നീ എന്തിനാ പോയത്, എവിടെ പോയതാന്നാ എന്ന് ചോദിച്ചപ്പോ അർച്ചന വന്ന് പറഞ്ഞു, അത് പിന്നെ അച്ഛാ, അവളെ വഴക്ക് പറയണ്ട എന്ന് പറഞ്ഞ് അർച്ചന സ്നേഹയ്ക്ക് വേണ്ടി സേതുമാധവനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോ ഉടനെ സ്നേഹ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ വക്കാലത്തൊന്നും എനിക്ക് വേണ്ട, എനിക്കറിയാം എന്താ പറയേണ്ടതെന്ന്. എന്റെ കാര്യങ്ങളെ മറ്റുള്ളവർ തീരുമാനമെടുക്കാനും മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയേണ്ട സമയത്ത് എന്റെ അഭിപ്രായങ്ങൾ പറയാതിരുന്നത് കൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയായത് എന്ന് സ്നേഹ ദേഷ്യത്തോടെ പറയുന്നു. അത് കേട്ടതും സേതുമാധവൻ ചോദിച്ചു, നീ എന്തിനാ ജയിലിൽ പോയത്, ആരെ കാണാനാ പോയത് എന്ന് ചോദിച്ചപ്പോ സ്നേഹ ചോദിച്ചു, അത് അച്ഛൻ അറിയത്തില്ലേ? അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, ഉടനെ സച്ചി പറഞ്ഞു, സ്നേഹെ, നിന്നോടാ പറഞ്ഞത്, അവൻ ഈ കുടുംബത്തെ ചതിക്കാനും നിന്റെ ജീവിതം തകർക്കാനും വന്നവനാണ്. അവനെ വീണ്ടും കാണാൻ പോയത് എന്തിനാണെന്നാ നിന്നോട് ചോദിച്ചത്. നിന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് നീ സ്വയം തന്നെയാണ്. എന്നിട്ട് അതിന്റെ ദേഷ്യം നീ മറ്റുള്ളവരോട് തീർക്കാൻ നോക്കണ്ട എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് സച്ചി പറയുമ്പോ ഉടനെ സ്നേഹ പറഞ്ഞു, എനിക്കറിയാം, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്താൻ തന്നെയാ നോക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ സ്നേഹിക്കുകയും എന്റെ വിവാഹം കഴിക്കാൻ പോവുകയും ചെയ്യുന്ന ആളെ കാണാനാണ് ഞാൻ പോയത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ധനുഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് സ്നേഹ വളരെ ദേഷ്യത്തോടെ സേതുമാധവനോടും സച്ചിയോടും ഉയർത്തിക്കൊണ്ട് സംസാരിക്കണം. അവന്തിക ഈ സമയത്ത് ആകെ ടെൻഷനിലായി. സ്നേഹ ധനുഷിനെ കണ്ട് മടങ്ങിയെത്തുമ്പോ എന്തായിരിക്കും ധനുഷും സ്നേഹയും തമ്മിലുള്ള സംസാരം, എന്തായിരിക്കും അവൾ ഇനി ചെയ്യാൻ പോകുന്നത്, എന്റെയും ധനുഷിന്റെയും ഇടയിലേക്ക് അവൾ ഇനിയൊരു പ്രശ്നമായി വന്ന് നിൽക്കോ എന്നൊക്കെ അവന്തിക ആശങ്കപ്പെടുമ്പോഴാണ് ഇവിടെ സച്ചിയും സേതുമാധവനും ഇടയിൽ വന്ന് സച്ചിയുടെയും സേതുമാധവന്റെയും മുന്നിൽ നിന്ന് ഇങ്ങനെയുള്ള സംസാരങ്ങൾ അവന്തികയുടെ പൊന്നോമനയായിട്ട് നിൽക്കുന്ന സ്നേഹയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. സ്നേഹ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കേട്ട് അവന്തിക സ്നേഹയെ ശകാരിക്കുന്നു. അതിനുശേഷം അർച്ചന കുഞ്ഞിനെ താലോലിക്കാനായി നേരെ ആതിരയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ആതിര അർച്ചനയെ തടയുന്നു. വേണ്ട, എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനും താലോലിക്കാനും കുഞ്ഞിന്റെ അമ്മയായ ഞാൻ ഇവിടെയുണ്ട്. കുഞ്ഞിന്റെ അമ്മയുടെ ചേച്ചി ഏറ്റെടുക്കേണ്ട അമ്മ സ്ഥാനം. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ താലോലിക്കാനും കൊഞ്ചിക്കാനും കുഞ്ഞിന്റെ അമ്മയായി ഞാൻ ഇവിടെ ഉള്ളപ്പോ അമ്മയുടെ ചേച്ചി അതിനായിട്ട് മുതിരണ്ട എന്ന് പറഞ്ഞ് അർച്ചനയെ താക്കീത് ചെയ്യുന്നത് കേട്ടുകൊണ്ട് റൂമിലേക്ക് എത്തുന്ന സേതുമാധവൻ ആ വാക്കുകൾ കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുമ്പോ തന്റെ അനുജത്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു സംസാരവും ഇങ്ങനെയൊരു പ്രവൃത്തിയും ഇങ്ങനെയൊരു സമീപനവും ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന അർച്ചന ഞെട്ടലോടെ എന്ത് പറയണമെന്നറിയാതെ ആശങ്കപ്പെട്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു.